السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وبعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, വളരെ അർത്ഥഗർഭമായ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ കുറേ പരിപാടികളുടെ സമാപനമാണ് ഇവിടെ കുറിക്കപ്പെട്ടത്. ഇവിടെ നിർവഹിക്കപ്പെട്ട പരിപാടികൾ അവലോകനത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സമൂഹം നന്നായി തീരാൻ വേണ്ടതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജനസാന്ദ്രത കൊണ്ട് പൊറുതി കൂട്ടുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം പരിപാടികൾ വീക്ഷിക്കാൻ പോലും മുന്നോട്ട് വരുന്നില്ല എന്ന സത്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. വിലപ്പെട്ട ആശയങ്ങൾക്ക് ജന്മം നൽകാൻ നമുക്ക് സാധിക്കും. പക്ഷേ ജനങ്ങളെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമായി തന്നെ അവശേഷിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടികൾ സംഘടിപ്പിച്ച നമ്മുടെ ഈ പരിസരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹലാണ് തിരൂർ കോളേജിൽ. ഈ മഹലിന്റെ നിവാസികളായ ഇസ്ലാമിക പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ വലിയ അളവിൽ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ട പരിപാടികൾ നിങ്ങൾ കുലങ്കഷമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഒരുപാട് നല്ല ആശയങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ ജനങ്ങളിലേക്ക് ഇതൊന്നും എത്തുന്നില്ല. ജനങ്ങളെ സ്വാധീനിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോവുകയാണ്. എങ്ങനെ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് വളരെ ആലോചിക്കേണ്ടതാണ്. സുദീർഘമായി ഈ സന്ദർഭത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല. അതിന് പറ്റിയ ഒരു സാഹചര്യവും എല്ലാം ഉള്ളത്. പ്രവാചകന്മാരൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വാധീനിക്കാൻ സാധിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജനങ്ങളെ വലിയ അളവിൽ സ്വാധീനിക്കാൻ സാധിച്ച ഒരു പ്രവാചകൻ രംഗത്ത് വന്ന് അതോടുകൂടി ഈ പ്രവാചകന്മാർ വേണ്ട എന്ന് നിശ്ചയിക്കുകയായിരുന്നു പ്രശ്നം. അപ്പോ വളരെ പ്രധാനപ്പെട്ടത് ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള വഴികൾ അന്വേഷിക്കുക എന്നതാണ്. ഇവിടെ വളരെ മഹത്തരമായ ഒരു പ്രതിജ്ഞ നടക്കുകയുണ്ട്. ഈ ഒരു വലിയ പ്രദേശത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ടാകും എന്ന് നമുക്കറിയാം. വളരെ കുറച്ചു പേര് മാത്രമേ ഇത്തരം നല്ല കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുള്ളൂ. എപ്പോഴും ഇങ്ങനെയുള്ള പ്രതിജ്ഞകളിൽ പങ്കെടുക്കാൻ കൂടുതൽ ചെറുപ്പക്കാരെ തയ്യാറാക്കാൻ നമ്മൾ വളരെ ആലോചിച്ച് വഴികൾ കണ്ടെത്തുന്നു. ഈ പ്രതിജ്ഞയിൽ ഒരു പക്ഷേ വലിയവർക്കും പങ്കെടുക്കാമെന്നാണ് ഞാൻ വിനീതമായി അഭിപ്രായപ്പെടുന്നത്. അതൊരു ചെറിയ തമാശയായിരിക്കാം. കാരണം പലപ്പോഴും ഞാൻ സ്ത്രീധനം വാങ്ങുകയില്ല എന്ന് നിശ്ചയിക്കുന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നത് നമ്മൾ പ്രായമുള്ളവരാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരു വേള സ്ത്രീകളാണ് ഈ കാര്യത്തിൽ. ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരുമ്പോൾ അവരെ വിറ്റ് എത്ര കാശുണ്ടാക്കുമെന്നതിനെ കുറിച്ച് ഒരുപാട് പറയാൻ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഉമ്മ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടാവും. പലപ്പോഴും പിന്നാക്കം വരാൻ പഠിച്ച് നിൽക്കുന്നത് സ്ത്രീകളാണ്. കാലത്തിനനുസരിച്ച് നമ്മൾ നീങ്ങേണ്ടതുണ്ട് എന്ന് ബോധ്യം ഒരു പ്രായത്തിന് പുരുഷനുണ്ടാകുമ്പോൾ ആ ബോധ്യത്തിലേക്ക് വരാൻ പ്രയാസപ്പെടുന്നത്
സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇത്തരം ആചാരങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് അന്യം നിൽക്കുന്നത് അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നത് സ്ത്രീകളാകുമ്പോൾ നമ്മൾ ഏറെ ദുഃഖിക്കേണ്ടതാണ്. പക്ഷേ ആ ഗണത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വളരെ കുറഞ്ഞ ഈ ഒരു സദസ്സിൽ ഒരുപാട് പറഞ്ഞിട്ട് ഒരു പ്രയോജനമൊന്നുമില്ല. പലപ്പോഴും ഇത്തരം ദുരാചാരങ്ങൾ വാണരുന്നത് നമ്മുടെ പ്രായം ചെന്നവരുടെ ആശീർവാദത്തിനാണ്. അതുകൊണ്ട് ഞാൻ സ്ത്രീധനം വാങ്ങുകയില്ല എന്ന് ഒരു ചെറുപ്പക്കാരൻ പ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് എന്റെ കുട്ടികളെ കൊണ്ട് ഞാൻ വാങ്ങിക്കുകയില്ല എന്ന് മാതാവും പിതാവും പ്രതിജ്ഞ എടുക്കുകയാണ് വേണ്ടത്. ഞങ്ങളൊക്കെ ഈ രംഗത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ്. നമ്മൾ ഈ പ്രദേശത്തുകാരായതുകൊണ്ട് പറയുകയാണ്, സ്വന്തം കാര്യം പറയുകയല്ല. ചെറുപ്പക്കാരെ രണ്ട് വിദ്യാഭ്യാസവും പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന ഒരു വിനീത പ്രവർത്തകനാണ്. കേരളത്തിൽ സ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലായിട്ട് 36 കോളേജുകൾ ചേർന്നുണ്ടായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് വാഫി ഒഫിയ എന്ന പേരിൽ ചില ഘട്ടപക്ഷങ്ങൾ ഉണ്ടാക്കണം. ഈ ഒരു സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രവർത്തകനാണ്. വളാഞ്ചേരി മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇതിന്റെ ആസ്ഥാനം. ഇവിടെ ഞങ്ങൾ ചെറുപ്പക്കാരെ സ്ത്രീധന വിരുദ്ധരാക്കാൻ കഠിനമായി പ്രയത്നിക്കാറുണ്ട്. താഴെ ക്ലാസ്സിൽ കുട്ടികൾ SSLC കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി SSLC കഴിഞ്ഞ കുട്ടികളെ കണ്ടാലും കുട്ടികളൊക്കെ വൈദ്യമാർക്കോട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏതാനും കുട്ടികൾ മാത്രമേ പഠനാവശ്യമുള്ളൂ. ഇവിടെ നമ്മൾ അവരെ കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ കൊടുക്കുന്ന കുറെ പാഠങ്ങൾ. ഈ സന്ദർഭത്തോട് ബന്ധപ്പെട്ട കാര്യം നമ്മൾക്ക് പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് സ്ത്രീധന വിരുദ്ധ ചിന്ത എന്ന് പറയുന്നത്. സ്ത്രീധനത്തിന്റെ ആപത്ത് അത് സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. എന്റെ പാണ്ഡിത്യത്തിന്റെ വഴിക്ക് പോകുന്ന ആളുകൾ കുറെ തർക്കങ്ങളൊക്കെ കലർന്ന ചിന്തയും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ പറയാനൊരു പക്ഷെ പ്രാപ്തി നേടിയതുണ്ട്. അത് ബുദ്ധിയുടെ കച്ചവടമാണ്. പക്ഷെ ഹൃദയത്തിന്റെ ഒരു കച്ചവടമാണ്. ആ കച്ചവടത്തിൽ ലാഭമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്താറ്. അത് പക്ഷെ ഒരു സംവാദത്തിൽ സ്ത്രീയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ പിതാവ് പൊരുത്തപ്പെട്ടു മരണം കൊടുക്കുന്നതിന് എന്താണ് തെറ്റ് എന്ന ബുദ്ധിയോടുള്ള ചോദ്യത്തിന് മുമ്പ് സ്ത്രീധനം ഒപ്പിക്കാൻ പെണ്ണിന്റെ പിതാവ് പെടുന്ന പെടാപ്പാടുകളെ കുറിച്ച് ബോധ്യമുണ്ടാക്കുകയും അങ്ങനെ സ്ത്രീധനം വാങ്ങുകയില്ല എന്ന നിശ്ചയത്തിന് അവരെ വളർത്തിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യാറ്. ഓരോ വർഷവും 30-40 കുട്ടികൾ 8 വർഷ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സ്ത്രീധനം വാങ്ങുകയില്ല എന്ന നിശ്ചയത്തോടു കൂടി വളരെ ലളിതമായ രീതിയിൽ നടക്കുന്ന കല്യാണത്തിന്റെ ചെലവുകൾ കണ്ടെത്താനുള്ള ചില സഹകരണ പദ്ധതികളൊക്കെ ഏർപ്പെടുത്തിയിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ പ്രതിജ്ഞയെടുത്ത ആളുകൾ ഈ സദസ്സിൽപ്പെടുന്നു. അവർക്കൊരു പുതിയ വിഷയമല്ല. ഓരോ സ്നേഹിതരെയും കല്യാണ സമയത്ത് മറ്റുള്ളവരൊക്കെ നേരത്തെ നിശ്ചയിച്ച ആ പ്രതിജ്ഞ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു കരാർ പ്രകാരം ആവശ്യമായ ചിലവിലേക്ക് അവർക്ക് 1 ലക്ഷം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം തികയാൻ വേണ്ടി 2000-ഓ 5000-ഓ ഒക്കെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ കൊടുക്കുകയാണ്. ആ ഒരു രീതി പരസ്പരം കൈമാറുകയാണ്. എന്റെ വീട്ടിലൊരു കല്യാണം നടന്നത് അങ്ങനെ തന്നെയാണ്. എന്റെ മകൻ കല്യാണ സമയത്ത് അവന്റെ കൂടെ പഠിച്ച ആളുകൾ ഈ വ്യവസ്ഥ അനുസരിച്ച് നൽകിയ പണം ഉപയോഗിച്ചാണ് ചില കാര്യങ്ങൾ നടത്തിയത്. നാട്ടിലുള്ള ആളുകളെ മുഴുവൻ ക്ഷണിക്കാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവില്ല. സ്വന്തമായി സാധിക്കാത്തത് കൊണ്ടല്ല, അങ്ങനെ വേണ്ട എന്ന സിദ്ധാന്തത്തിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ തോന്നുന്നത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ നീക്കം വേണം. അതാണ് ഞാൻ പറയുന്നത്. രക്ഷിതാക്കളാണ് ഇവിടെ കയറിയിട്ട് ആദ്യമായി പ്രവർത്തനം ചെയ്യേണ്ടത്. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ സ്റ്റേജിൽ പറഞ്ഞു പോകുമ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടാവില്ല. പ്രായോഗികമായി ജീവിതത്തിൽ അത് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നടപ്പാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൾ
പല രക്ഷിതാക്കളും പിണങ്ങി പോകാറുണ്ട്. നീ ഒരുപാട് ഗുരുനാഥന്മാരെ പഠിച്ചിട്ടുള്ളതല്ലേ, ഒരുപാട് സ്ഥാപനങ്ങളിൽ വിവിധ കോഴ്സുകൾ ചെയ്തിട്ടുള്ളതല്ലേ, ഒരിടത്തു നിന്ന് കിട്ടിയ പാഠം തന്നെ ഒരു വാശിയായി കൊണ്ടു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ കുട്ടികൾ പറയും അതൊക്കെ ശരിയാണ്, പക്ഷേ അതെന്റെ സ്വന്തം ബോധ്യമാണ്. ഏത് പാഠശാലയിൽ നിന്ന് കിട്ടിയ പാഠമാണെങ്കിലും എല്ലാ പാഠങ്ങളും ബോധ്യമാകണമെന്നില്ല. അതെല്ലാം നമ്മൾ പഠിക്കുന്നു, ഇത് ഞങ്ങളുടെ സ്വന്തം ബോധ്യമാണ്. അങ്ങനെ വർഷങ്ങളോളം മാതാപിതാക്കൾ താഴോട്ടിറങ്ങി വരാത്തതിന്റെ പേരിൽ കുടുംബജീവിതം നിഷേധിക്കപ്പെട്ട ആളുകളുണ്ടായിട്ടുണ്ട്. അപൂർവ സംഭവങ്ങൾ അങ്ങനെയുണ്ടായിട്ടൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അത് കുറെ കഴിയുമ്പോൾ പിന്നെ ഇസ്ലാമികമായ ഈ ശാഠ്യത്തിന്റെ പേരിൽ ഇത് മകനെ എഴുതിത്തള്ളാൻ സാധ്യമല്ലാത്തത് കൊണ്ട് താഴോട്ടിറങ്ങിയ രക്ഷിതാക്കൾ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പലപ്പോഴും ഞാൻ പറയുന്നത് ശാഠ്യങ്ങൾ ഉണ്ടാക്കുന്നത് രക്ഷിതാക്കളാണ്. അവരാണ് ഞങ്ങൾ ഈ ശാഠ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടത്. വിശിഷ്യ സ്ത്രീ ഒരു പക്ഷേ ഒരു പ്രതികാരം എന്നോണമാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ആലോചിച്ചു പോയിട്ടുണ്ട്. എന്നെ കെട്ടിക്കാൻ എന്റെ കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് ഇനി എനിക്ക് തിരിച്ചു കിട്ടട്ടെ എന്നൊരു പക്ഷത്തിൽ തന്നിക്കുന്നുണ്ടാകാം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് എന്നതുപോലെ അറിയാം. പണ്ട് കാലത്തിൽ സിസ്റ്റമില്ല. അതായ അല്ലെങ്കിൽ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന രീതി അതിപ്പോ ഇന്നുള്ളതാണ്. പക്ഷെ ഈ സമ്മാനങ്ങൾ കൈമാറുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കൈമാറ്റമാണ്. അടിച്ചേൽപ്പിച്ച് കണക്കുകൾ പറഞ്ഞ് സമ്മാനം കഴിക്കുന്ന നാടഭാഷ പറഞ്ഞാൽ സമ്മാനം തരണമെന്ന് ശഠിക്കുന്ന രീതി അതേതായാലും പഴയകാല സമൂഹങ്ങളിൽ ഉണ്ടായിരിക്കില്ല. നമ്മുടെ കുടുംബങ്ങളിൽ പണ്ടുകാലത്ത് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു വീട്ടിലുള്ള കുടുംബം ഈ പെണ്ണിനെ ഇറക്കിവിടുന്ന സമയത്തേക്ക് ഒരുക്കി വെച്ച ചില്ലറ സ്വർണമോ സമ്മാനങ്ങളോ ഒക്കെ നട്ടകടിയാതെ സന്തോഷപൂർവ്വം കൊടുക്കുന്നത് വിശേഷം ഉണ്ടായിരുന്നു. ഗൾഫ് ജീവിതം ഇന്ന് പരിങ്ങളൊക്കെ ഗൾഫുകാരായപ്പോ ഞാനൊരു മുൻഗൾഫുകാരനാണ്. ഉണ്ടായി തീർന്നിട്ടുള്ളതാണ്. മറ്റു ചില സംസ്കാരങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതാണ്. വിശിഷ്യ അത് ഗൾഫിന്റെ പണത്തിന്റെ പണപ്പണത്തിൽ ഉണ്ടായി തീർന്നിട്ടുള്ള ഒരു അത്യാചാരമാണ്. അപ്പൊ അതുകൊണ്ട് ധൂർത്തും അനാചാരങ്ങളും ആർഭാടങ്ങളും പറ്റ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം. അത് ഗൾഫുകാരൻ മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒഴുക്കി തന്നെ ഒരു ധൂർത്തായി കഴിഞ്ഞാൽ ഒരു പോയിന്റ് രക്ഷപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ കല്യാണവും നമ്മുടെ കല്യാണത്തിന്റെ അനുബന്ധമായിട്ടുള്ള ഒരുപാട് പോക്ക് വരവുകളും ആചാര പ്രധാനങ്ങളും ഒക്കെ ഈ യഥേഷ്ടം വാരി വലിച്ച് പണം ചെലവാക്കുന്ന വിഭവങ്ങൾ നശിപ്പിക്കുന്ന ഒരു രീതിയായി തീർന്നാൽ പിന്നെ ഈ പെണ്ണ് ഒരു സ്വർണം ആവശ്യപ്പെടുന്നത് മാത്രം വിശ്വസിക്കാൻ ഒരു പക്ഷെ സർക്കാരില്ല. അതുകൊണ്ട് പഴയകാല സൂഫികൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു തരം സന്യാസമാണ് ജീവിതത്തിൽ നമ്മൾ ആദ്യം പുലർത്തേണ്ടത്. ജീവിതത്തിലൊരു തരം സന്യാസം, ഭക്ഷണത്തിന്റെ കാര്യത്തിലായോ വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും ഒരു തരം സന്യാസത്തിലേക്ക് നമ്മൾ തിരിച്ചെടുക്കും. സന്യാസം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് പേടിക്കുന്നതാണ് സന്യാസം. സന്യാസം എന്ന് പറയുന്നത് മല കയറൽ മാത്രമല്ല, ജീവിതത്തിൽ സുഹൃത്ത്, അറബി ഭാഷയിൽ സുഹൃത്ത് എന്ന് പറയും. ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കേണ്ടതില്ല, അനുഭവിക്കേണ്ടതില്ല എന്ന നിശ്ചയം. ആ നിശ്ചയത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അങ്ങനെ വരുന്നവൻ ഒരു എല്ലാ ജീവിതത്തിന്റെ എല്ലാ വിഭിന്ന മേഖലകളിലും അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. വെള്ളം ചെലവഴിക്കുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം അവനവന്റെ കാര്യം പറഞ്ഞ കൂടുതൽ അത് കേൾക്കുന്നത് ബോധ്യപ്പെടുന്ന വിശ്വാസം പറയാം. ഞാൻ എന്റെ വീട്ടിൽ ടാപ്പിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ താഴെ ഒരു ബക്കറ്റ് വെക്കാതെ ഞാൻ ഉപയോഗിക്കുക. താഴെ ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുമ്പോൾ തൊട്ട് താഴെ വലിയൊരു ബക്കറ്റ് വെക്കാതെ യാതൊരു ഉപാധി ഞാൻ വെള്ളം ഉപയോഗിക്കുക. ആ ബക്കറ്റ് അവിടെ കണ്ടില്ലെങ്കിൽ വീട്ടിൽ പറയുന്നത് അത് വാങ്ങി തിരിച്ചു കൊടുത്തു പിറ്റേ ഞാൻ ഉപയോഗിക്കും. ഈ വെള്ളം 2 വട്ടം ഉപയോഗിക്കാന്നുള്ളതാണ്. പൊതു ചെയ്യുന്ന വെള്ളം, മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം അത് നഷ്ടപ്പെടാതെ വെള്ളത്തിൽ ബക്കറ്റിൽ ശേഖരിച്ചാൽ അത് ചില കാര്യങ്ങൾ ഉപയോഗിക്കാം. പിന്നെ ആധുനിക സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വട്ടം ഗൾഫിലൊക്കെ ഇങ്ങോട്ട് സൗകര്യങ്ങളുണ്ട്. ഇവിടെ ചില വലിയ ആശുപത്രികളുണ്ട്. ഇതൊക്കെ ഒരുപാട് വട്ടം ഉപയോഗിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ നമ്മൾ ഒരു ഭക്ഷണം കഴിഞ്ഞ് തീമേശ നോക്കുന്ന സമയത്ത് പാടി വരത്തി തുടച്ചു നീക്കുന്ന രീതി ശരിയല്ല. അവിടെ ഉറുമ്പുകളുണ്ടാവും, ജന്തുജാലങ്ങളുണ്ടാവും. എന്തിനാണ് നശിപ്പിക്കുന്നത്? എന്തിനാണ് നശിപ്പിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഒന്നും വെറുതെ നശിപ്പിക്കുകയില്ല, ധൂർത്ത
ഇഷ്ടംപോലെ കൊണ്ടുവരാൻ സാധിക്കില്ലേ? ഗവൺമെന്റ് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുടുംബം അടങ്ങുമ്പോ ഭാര്യയുടെ ശരീരത്തിൽ മകളുടെ ശരീരത്തൊക്കെ പൊട്ടിപ്പൊതിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന സ്വർണത്തിന്റെ നല്ലൊരു പങ്ക് മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കാനുള്ളത് മാത്രം പെണ്ണിന് ആഭരണമാക്കി കൊടുത്തിട്ടാണ് ഇറക്കിയത്. അന്ന് ഒരു കല്യാണം നടത്താൻ ആകെ ചെലവായത് 9,500 രൂപയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമല്ല. എന്റെ പ്രായത്തിൽ അപ്പൊ വിദ്യ പറഞ്ഞാൽ അനാവശ്യമായ കല്യാണങ്ങൾ. ഒരു കല്യാണത്തിൽ പങ്കെടുത്തത് ധാരാളം കല്യാണങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതാണ്. ഞാൻ ഓർക്കുകയാണ്, അടുത്ത വീട്ടിലടുത്ത ഒരു പ്രദേശത്തിൽ ആളുകളൊക്കെ ആക്കുമ്പോൾ വെറുതെ മത്സരിക്കുകയാണ്. കല്യാണത്തിൽ തീന്മേശയിൽ ഒരാളാൾക്ക് 4 ആൾ ഇരിക്കാനാണ് തീന്മേശ. അവിടെ ഒരു തീന്മേശയിൽ ഇരിക്കുന്ന 4 ആൾ ഒരാളിൽ നിന്ന് നോക്കുമോ? ഞാൻ അവിടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കിട്ടിയത് ബന്ധപ്പെട്ട കല്യാണങ്ങൾ പോകാതിരിക്കാൻ കഴിയില്ല. അവിടുത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു സാധ്യത. പലതരം സാധനങ്ങൾ. ഈ ഒരാള് പിന്നെ കോഴി, മത്സ്യം, ബീഫ്, മട്ടൻ, എന്തൊക്കെയോ സാധനങ്ങൾ. അതൊക്കെ വിവിധ കലാപരിപാടികളിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അടുത്ത് കുറച്ച് കഴിഞ്ഞ് പോകാതെ കഴിയുന്നുണ്ട്. ഇവർ തമ്മിലൊരു ബന്ധമുണ്ടാവും. നമ്മളെ സാധുക്കളൊന്നും അറിയാതെ. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ കല്യാണത്തിന് ഇതുപോലെ ഒരാളും അതിന് പുറമെ ഒരാളുടെ വലുപ്പത്തിലുള്ള 600 അപ്പോ ഒരാളിന്റെ പുറമെ ഒരു കണ്ണൻ, ഒരു വലിയ 600 മത്സ്യം. പക്ഷെ അതൊക്കെ വരുന്ന തമാശ മനുഷ്യന്റെ അത്ഭുതമാണ്. ഇത് 1-2 കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് ഈ പത്രത്തിലെ കീഴവർഗം അവസാനം ക്ഷണിക്കപ്പെടുമ്പോ അവര് തിന്നാനുള്ളത് ഇവരെല്ലാവരും വലിച്ചു കൂടിയതിന്റെ അസ്ഥി പഞ്ചരത്തിന്റെ അള്ളിപ്പിടിച്ച പ്രശ്നങ്ങളാണ്. അപ്പോഴും നിർത്താവുകയാണ്, മരുന്നുകൾ ശ്രമിച്ചെത്താവുകയാണ്. എന്തൊക്കെ മേഖലകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത പ്രദേശത്ത് ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടു. ഈ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതിന് ബുദ്ധിമുട്ടായി. കാരണം ഞാനൊരു ഉത്തരവാദിത്വം താമസിക്കുന്നയാളാണ്. അയാളെ ക്ഷണിക്കാൻ വന്ന അത് ആ വഴിയൊന്നും കൊണ്ടുപോയില്ല. പിന്നെ അയാളുടെ കാറിൽ എവിടെയെങ്കിലും പോറിലേറ്റാൽ ആ മൂലയെ ക്ഷണിക്കാൻ പോയിട്ട് കാറ് കേടുന്നു പറയണം. ചിലർ അയാളുടെ കാറ് പോകുന്ന എനിക്കല്ലേ പ്രശ്നം പ്രാർത്ഥിച്ച് അയാൾ കല്യാണം ക്ഷണിച്ചു. അവിടെ കല്യാണത്തിൽ ചെന്ന സമയത്ത് ബൊഫേ സിസ്റ്റം ഇതൊക്കെ ഇവിടെ ഞാനിന്റെ സമയം തെറ്റു പോകുന്നത്. ഈ ബൊഫേ സിസ്റ്റം എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ സിസ്റ്റമാണ്. യൂറോപ്യന്മാരുണ്ടാക്കിയ നല്ലതൊന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അവരെ തിന്മകളൊക്കെ സംശീകരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ പലതരം രോഗങ്ങളുള്ളവരും ബുദ്ധിമുട്ടുകളുള്ളവരും പത്യങ്ങളുള്ളവരാണ്. അപ്പൊ എല്ലാവർക്കും 1-2 വിഭവങ്ങൾ പിണങ്ങി അടിച്ചേൽക്കുന്നതിന് പകരം ഏതാണ്ട് എല്ലാവർക്കും പറ്റുന്ന സാധനങ്ങളൊക്കെ അല്പം ഉണ്ടാക്കുക, അവരെ ഇട്ടുള്ളത് അവരെടുത്ത് കഴിച്ചോട്ടെ എന്ന് വെക്കുന്നതാണ് ആ ബൊഫേ സിസ്റ്റത്തിന്റെ ഉള്ളിൽ. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള വളരെ നല്ല രീതിയാണ്. പക്ഷെ നമ്മൾ വെറുതെ ബൊഫേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനം ഉണ്ടാക്കുക, എന്നിട്ട് വെറുതെ ഇരിക്കാനും സ്ഥലമില്ല, നിൽക്കാനും സ്ഥലമില്ല, കഴിക്കാൻ കഴിച്ചില്ല. ഞാൻ ഈ പോയ കല്യാണത്തിന് ഉച്ച സമയത്ത് വിശന്ന് ചെന്നപ്പോ ആകെ ബുദ്ധിമുട്ടി. എന്റെ കൂടെ വീട്ടുകാരോട് കൂടുതൽ അടുപ്പമുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന് വല്ലാത്ത പറയാൻ, കാരണം ഞാൻ ഈ പറഞ്ഞതോട് മുഴുവൻ എല്ലായിടത്തും സാധനം നിർമ്മിക്കുന്നത് ചോറ് എന്ന് വല്ലായ്മ കാണിക്കണം. ചോറില്ല ചട്ടി കുറച്ച് മൊഴി കൊടുക്കുന്നില്ല. ഏതായാലും പ്രശ്നമില്ല. അങ്ങനത്തെ അത് നിർവഹിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ അച്ചാറിന്റെ പാത്രത്തിൽ കുറച്ച് കൊടുക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ മാനം കെട്ടു പോകുന്ന സ്ഥിതിക്ക് ശേഷം അനുഭവിച്ചതാണ്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഈ വേണ്ടാത്ത സിസ്റ്റങ്ങൾ, വേണ്ടാത്ത ഭൂമി, വേണ്ടാത്ത രീതികൾ നമ്മൾ പകർത്താൻ ശ്രമിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആകെപ്പാടെ ജീവിത രീതിയിൽ ഒരു ലാളിത്യം, സന്യാസമുള്ള വാക്കുകളോട് ഉപേക്ഷിച്ച് അവരുടെ ലാളിത്യം സ്വീകരിക്കാനാണ് തയ്യാറാണ്. അതിന്റെ ഭാഗമായി വരുന്നതാണ്. അപ്പൊ എന്തിനാണ് കൂടുതൽ എന്തിനാണ് ഒരു 10 ജോലി വസ്ത്രം, 1-2 ജോലി വസ്ത്രം പോലെ അങ്ങനെ ഓരോ കാര്യത്തിൽ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ മനുഷ്യൻ ലളിതമായി ജീവിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് പണമുണ്ടെങ്കിൽ അത് കുറിച്ചാൽ മതി. ഇന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുള്ള ഒരുപാട് പണമുണ്ട്. ഈ പണം കൊണ്ട് എന്ത് ചെയ്യും? വലിയ വീടുണ്ടാക്കുകയല്ലാതെ വലിയ കാറ് വാങ്ങുകയല്ലാതെ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഈ പണം ഇപ്പൊ തന്നെ യഥാർത്ഥ അതുപോലെ പ്രതികൂല നിയമങ്ങൾ അതൊക്കെ ഇങ്ങോട്ട് വരുമ്പോ ജീവിതത്തിന് മാർഗമുണ്ടാവില്ല. ഈ വീട് പരിഹരിക്കാൻ പോലും കഴിയില്ല. റേഷനരി വാങ്ങാനുള്ള വക ഇന്ന് ഈ ദൂർത്തന്മാർ ആർക്കില്ല. അപ്പൊ ചുരുക്കത്തിൽ മനുഷ്യൻ കൂടുതൽ അടിസ്ഥാനപരമായി ചിന്തിക്കുകയും നാളേക്ക് വേണ്ടി എങ്ങനെ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് കാലാകാലം ഭൂമിയിൽ മരിക്കാതെ ജീവിക്കും എന്ന വിധത്തിലാണ്. ആഗ്രഹിക്കുന്ന കമനൊക്കെ തെരുവ് മതൻ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്
മാറ്റിയെടുക്കാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒറ്റ സംഭവം പറഞ്ഞാൽ കേൾക്കുകയാണ്. ഞാനൊക്കെ ഡൽഹി എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പൂരക്കാരനെ പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം സമയം കുറച്ച് കാത്തിരിപ്പ് കൂടിയപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തൊക്കെയാണ് കേരളത്തിലെ വർത്തമാനം. അപ്പൊ ഞാൻ ശ്രീധരത്തിലേക്ക് കിടന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഒരാളും അവന്റെ ആഭരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇട്ട് കൊടുക്കുകയൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, വരനിറങ്ങുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രം അത് പെണ്ണിന് വീട്ടുകാർ കൊണ്ടുവരുന്നതാണ്. എന്നാൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതങ്ങനെ പല ചെറുപ്പക്കാരൻ പിന്നെ 22 വയസ്സായി, പിന്നെ കല്യാണത്തിന്റെ സമയമായി. അങ്ങനെ പെണ്ണിന്റെ വീട്ടുകാര് വസ്ത്രത്തിന് അളവെടുക്കാൻ വന്നു. അളവെടുക്കാൻ വന്ന സമയത്ത് ഞാൻ അയാളോട് ഈ പൂനെക്കാരൻ പറയണം, ഞാൻ അയാളോട് അവരോട് വിഹിതമായി പറഞ്ഞു നിങ്ങൾ ദയവായി തിരിച്ചു പോകണം. കാരണം ഇവൻ 22 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഇവൻ ഇക്കാലം അത്രയും ഭക്ഷണം കൊടുത്തതും വസ്ത്രം കൊടുത്തതും ഞാനാണ്. ഇന്ന് ഇവന്റെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ ആരാന്റെ വൃത്തി ഇറങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത് വലിയൊരു ഫിലോസഫിയൊന്നുമല്ല, പക്ഷെ അത് ആലോചിക്കേണ്ടതാണ്. ഇവൻ ജീവിതത്തിൽ അവർ 22 കൊല്ലം ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, എല്ലാം കൊടുത്തു. ഇനിയിപ്പോ അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ ആരാന്റെ വസ്ത്രം 1.5 കാശിന്റെ സൂട്ട് ഈ തിരൂരിലെ ഒരു മനോരമ വിദഗ്ധന്റെ അടുത്ത് ഞാൻ ഇരിക്കണം. അപ്പോ ഒരു ജീപ്പിൽ 10 ചെറുപ്പക്കാരെ ഒരു വൃദ്ധരെ കൊണ്ടുവന്നു. അവർ ആദ്യം പറഞ്ഞു ഞങ്ങൾ ഉപ്പായെ കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിങ്ങളുടെ അടുത്തേക്കാണ് പറഞ്ഞിട്ടാണ്, അതുകൊണ്ട് മുസ്ലിരാണ് എന്ന് നിങ്ങൾ പറയണം. മനോരമയിൽ അയാളെ സഹായിക്കാൻ വേണ്ടി അയാൾ പറയാൻ തീരുമാനിച്ചു. ഡോക്ടർ അഹമ്മദ്കുട്ടിയാണ് നമുക്ക് എന്താണ് അദ്ദേഹത്തിന് താഴെയുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഒന്നിനെ കത്തെടുക്കുമ്പോൾ പറഞ്ഞു മുസ്ലിയാണെന്നോ. അപ്പൊ ഈ ചെറുപ്പക്കാരോട് കാര്യം അന്വേഷിച്ചത് എന്താണ് സംഗതി? തലേന്ന് രാത്രി സൗജന്യത്തിൽ ജോലി ചെയ്യുന്ന എന്തോ പിന്നെ ചെറിയ ജോലി സൂര്യന്റെ തൊട്ടുതാഴെ നിന്ന് ചെയ്യുന്നതിനാണ്. പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി കൂടെ ജോലി ചെയ്യുന്നവരോട് സഹായം തേടാവുന്നവരൊക്കെ തേടി അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാക്കി പണ്ടും പണമോ ഒക്കെ റെഡിയാക്കി കാശാക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന സമയത്താണ് ഈ തലേന്ന് രാത്രി ടെലിഫോൺ വരുന്നത്. ഉപ്പ എന്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും തെറ്റിയിരിക്കുന്നു, അറിഞ്ഞു വെച്ച കാശുകളൊന്നും കിട്ടൂല, അതുകൊണ്ട് സമയത്ത് പണം എത്തിക്കാൻ സാധിക്കുകയില്ല. ഈ ടെലിഫോൺ അത് വെച്ച പാട് വന്നിട്ട് തുടങ്ങി നമ്മുടെ മരണപ്രകാരമാണ് ഈ രാത്രി. അപ്പാണ് തുടങ്ങിയതായി അത് 50 ഇട്ടുകൊള്ളു. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലെ മാന്യന്മാരെ, വൃദ്ധന്മാരെ, 60-70 വയസ്സായി കബർ കാത്ത് കിടക്കുന്ന ആളുകളെ ഭ്രാന്തന്മാരും കെറുക്കികളും ഭിക്ഷകളും ഒക്കെ ആക്കി തീർക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ മറ്റു അത് ഹലാലോ ഹറാമോ എന്നതിന്റെ അപ്പുറത്ത് നമ്മൾ വേണ്ട എന്ന് വെക്കേണ്ടതാണ്. നമ്മുടെ ചെറുപ്പക്കാര് വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കണം. അവരെ നിർബന്ധിച്ച് നമ്മൾ വേണ്ട എന്നൊന്നും പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. അള്ളാഹു നോക്കി ചെയ്യുമാറാകട്ടെ. ഞാനെന്റെ സമയം കൂടുതൽ എടുത്തോന്നിട്ട് അറിഞ്ഞോടാ, ക്ഷമിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതാണ്. പക്ഷെ വളരെ ഹ്രസ്വമായ സമയത്ത് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് വിചാരിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങളുടെ കൂടെ നിൽക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തുണ നിങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ എന്ന്